கட்டை குச்சியில தூக்கிட்டு வந்துட்டான். சசி அங்க பாருங்க. ഇതൊക്കെ പഠിക്കാത്ത ആൾക്കാരാണ്, തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാരാണ്. ഇവരോടൊക്കെ പോയി സംസാരിച്ച് നിങ്ങൾ വീട് കാണട്ടെ അത് കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമേ ആവുള്ളൂ. കാരണം ഇവർ ഫുള്ള് വൈൽഡായിട്ട് മൈൻഡുള്ള ആൾക്കാരാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴും നാലോടുന്ന ആൾക്കാർ വന്നിട്ട് ആകെ ഒച്ചയും വിളി ചീത്തയാണ്. ഇവിടെ സമ്മതിക്കണില്ല നമ്മളെ. ഇതൊരു വീടാട്ടോ, ഉള്ളി ഞാൻ കാണിച്ചില്ല. ആരോ കിടക്കുന്നുണ്ടോ കരുതി ഞാൻ പെട്ടെന്ന്. വാക്ക പേടിച്ചു പോയി. തന്നൂത്ത് വില്ലേജ്, രാജസ്ഥാനിലെ ലാസ്റ്റ് വില്ലേജ് ആയ തന്നൂത്ത് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു കേൾട്ടൻ മല്ലു ട്രക്കർ. നമ്മൾ ഇപ്പോൾ ഉള്ളത് രാജസ്ഥാൻ മരുഭൂമിയിലാണ് കേട്ടോ. രാജസ്ഥാൻ മരുഭൂമിയിലെ ഓരോരോ വില്ലേജ് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ ബോർഡറിന്റെ അടുത്തുള്ള ഒരു വില്ലേജ് ഉണ്ട്, തന്നൂത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വില്ലേജ് കാണാനാണ് ഈ യാത്ര ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് നമുക്ക് കിട്ടിയ 8ന്റെ പണി എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ കൊണ്ടുള്ളതാണ്. കാരണം ഇവരൊക്കെ പഠിപ്പ്, അതായത് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വൈൽഡായിട്ടുള്ള മൈൻഡാണ് ഇവർക്ക്. ഒരു സ്നേഹമോ അല്ല പുതിയതായിട്ടുന്ന ഒരാൾ വന്ന് അവരെ സ്വീകരിക്കുക അങ്ങനെ ഒന്നുമില്ല. നമ്മളൊക്കെ കാണുമ്പോൾ അവർക്ക് വടിയെടുത്തോ അല്ലെങ്കിൽ കല്ലെടുത്തോ ഒന്ന് എറിഞ്ഞ് അവരെ കൊന്നാലെന്നൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. രാജസ്ഥാനിലെ ലാസ്റ്റ് വില്ലേജായ ബോർഡർ ഏരിയയിലുള്ളത്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഒരു വില്ലേജാണ് ഈ തന്നൂത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള മൈൻഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ വളരെ കുറവാണ് അത്ര. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടാവും എന്ന് കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്ത് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. അത് നിങ്ങളിലൂടെ എത്തിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലികൾക്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ ഫ്രണ്ട്സ്. പോകുന്ന വഴിക്ക് ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പടാപാട് പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളാണ്. ആ വീഡിയോ ഇനി നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ നിർത്തിയത്. ഇനി ഒരു 50 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡർ വരെ നമ്മൾ എത്തും. പക്ഷെ അങ്ങോട്ട് എത്താൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റ് തന്നെയാണ്. എനിക്ക് ലാസ്റ്റ് ശ്വാസം മുട്ട് വരെ ഇവിടെ ഉണ്ടായി. കാരണം ഇവിടുത്തെ പൊടിക്കാറ്റ് എന്ന് പറയുന്നത് നമുക്ക് മര്യാദയ്ക്ക് ശ്വാസം പോലെ വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഇവിടുത്തെ പൊടിക്കാറ്റുകൾ. അതൊക്കെ നിങ്ങൾക്ക് വരുന്ന വിഷ്വൽസിൽ കാണാം കേട്ടോ. ഞാൻ ഈ കാണിച്ചു തന്ന ചെറിയ തൊട്ടി ഉണ്ടല്ലോ, അതാണ് കുവാക്ക്. ഈ കുവാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോ. തന്നൂത്ത് വില്ലേജിലെ ആദ്യത്തെ ഗ്രാമമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈ സ്ത്രീ എന്താ ചെയ്യുന്നത് കണ്ടോ? ഈ കിണറിന്റെ പേര് കൂവാക്ക. ശരിക്കും അത് കിണറല്ല, അത് ചെറിയൊരു തൊട്ടിലാണ്. കിലോമീറ്ററോളം ഇവർ സഞ്ചരിച്ച് ഒരുപാട് യാത്ര ചെയ്ത് വെള്ളങ്ങളൊക്കെ ശേഖരിച്ച് ഈ തൊട്ടിയിലാണ് അവർ പിന്നെ കൊടുന്ന് ശേഖരിച്ച് വെക്കുന്നത്. പിന്നെ ആ ഒട്ടകത്തിന് ഒരു കവറിൽ ചേച്ചി കൊടുന്ന് ഒഴിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് അവർ കുടിൽ, അതായത് അവർ വീട്ടിലേക്ക് വേണ്ടി അത്യാവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകും. ഇതിനാണ് ഇവർ കൂടുതലും ഇവിടെ ഒട്ടകത്തിനെ വളർത്തുന്നത്. കാണുന്ന സ്ത്രീ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് ഞാൻ ദൂരത്തു നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം.
എടുത്തു പോയിട്ട് കാണിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. നമ്മുടെ കൂടെ വന്ന ഡ്രൈവറോ അങ്ങനെ തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരുപാട് പൈസ ചിലവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നത്. എന്നാലും അതിന് ഒരു 10% കൂടും നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകൾ തന്നെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മേ ബി നമ്മളെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളുടെ ഒരു വിവരം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദൂരത്തുനിന്ന് കാണിക്കാം. ഇനി എവിടെയെങ്കിലും എടുത്തു പോയിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. സംഗതി ഇവരോട് പോയി സംസാരിച്ചാൽ അവർ ശരിക്കും സമ്മതിക്കായിരിക്കും. പക്ഷെ നമ്മൾ ഡ്രൈവറിന് പേടിയായിരുന്നു. വെള്ളം എടുത്തിട്ട് വന്ന് അവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അവരവരുടെ ടാങ്ക് ഉണ്ട്, അതിൽ കൊണ്ടുപോയി ഒഴിക്കും. ആ കുവാക്കിൽ നിന്ന് വെള്ളം എടുത്ത് നേരെ അത് അവർ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിൽ ഒഴിച്ച് വെച്ചിട്ട് അവർ വെള്ളം യൂസ് ചെയ്യും. നമ്മളെ നാട്ടിലൊക്കെ പോലെ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നിറയ്ക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നതും വെള്ളം യൂസ് ചെയ്യുന്നതും. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് രാജസ്ഥാനിൽ വന്ന് ഇതുപോലെ ലാസ്റ്റ് വില്ലേജുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റെന്റൽ ബൈക്സ് ഒക്കെ കിട്ടും. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജീപ്പുകൾ എടുക്കണ്ടെന്നാണ്. കാരണം പൈസ നല്ല രീതിയിൽ വാങ്ങും, എന്നാൽ പൈസ കൊടുത്തതിൻ്റെ ഒരു ഉപകാരം നമുക്ക് ചെയ്തില്ല. ശരിക്കും ഇവരൊക്കെ പാവപ്പെട്ടവരാണ്. ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ അടുത്ത് പോയി വീഡിയോ ഒക്കെ ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട്. സംഗതി ഇവരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ മതി, പക്ഷെ ആള് പോയി സംസാരിക്കണ്ടേ? നമുക്ക് ഹിന്ദി ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പോയി സംസാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ സൗത്ത് ഇന്ത്യയിൽ വന്നതാണ്, നിങ്ങളുടെ സ്ഥലങ്ങളും വീടുകളും നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയെന്നുള്ളത് കാണാൻ വേണ്ടി വന്നതാണ്, അതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംസാരിക്കാം. പക്ഷെ നമുക്ക് ഈ ഭാഷ അറിയണ്ടേ? നമ്മൾ അറിയാവുന്ന ഒറ്റ ആൾ നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവറാണ്. അങ്ങേരും ഹെൽപ്പ് ചെയ്യുന്നില്ല കാരണം അത് വലിയ ബുദ്ധിമുട്ടല്ലേ. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് വേറൊരു വില്ലേജ് ഉണ്ടായിരുന്നു, അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ ആകെ 4 വീടുള്ളൂ കേട്ടോ. ഈ വീടിൻ്റെ സ്റ്റൈലൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഈ കാണുന്ന ഈ പുല്ലുണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ 4 വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണത്. ഈ ചെടിയാണ് ഇവർ ഇതുപോലെ കൂര പോലെ മേഞ്ഞിട്ട് ഇവർ ഷീറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുണ്ടല്ലോ, നല്ല തണുപ്പായിരിക്കും. കോൺക്രീറ്റ് വീടുകൾ എന്ന് പറയുന്ന സംഭവം ഈ ഭാഗത്ത് എവിടെയും കാണാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആ ഭാഗത്ത് നിന്ന് കുറേ ആൾക്കാർ ഞങ്ങളെ കണ്ട് വിളിക്കുന്നുണ്ട്. അവിടെ കണ്ടോ ഒരു സ്ത്രീ വരുന്നത്. വൈറാങ്ക എന്താ ആൾ இருக்கு அதையும் இறங்கி கேட்க சொல்லுங்களேன். വണ്ടിന്ന് ഇറങ്ങാൻ വേണ്ടി പോയപ്പോ 4 ആൾക്കാർ വന്നിട്ടോ. ആൾക്കാർ വന്നിട്ട് ആകെ ഒച്ചയും വിളി ചീത്തയാണ്. ഇവിടെ സമ്മതിക്കണില്ല നമ്മളെ. എന്താ പ്രശ്നം എന്നാണ് എനിക്ക് അറിയാത്തട്ടോ. പക്ഷെ ഇവര് വീടൊക്കെ കാണിച്ചാൽ എനിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷെ ഇവര് സമ്മതിക്കണില്ല. എന്താ പ്രശ്നം ഒന്നും മനസ്സിലാവണില്ല. പക്ഷേ ഇത്രയും ദൂരെ നമ്മൾ പൈസയും ചിലവാക്കിയിട്ട് വന്നിട്ടേ ഭയങ്കര പ്രശ്നമാണിത്. ഇനി വേറൊരു വില്ലേജിൻ്റെ ഉള്ളിലേക്ക് പോകട്ടെ. ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ അറിയില്ല, പോയി നോക്കാം നമുക്ക്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു വീട്, കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കുറച്ച് വീടുകൾ നോക്കുന്നുണ്ട്. ആരാണ് എന്താണ് ക്യാമറയും പിടിച്ചിങ്ങനെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ. ഓ വീഡിയോ ബനായേഗാ ഇതുണ്ടോ? ഓ ഈ വീട് കണ്ടോ നിങ്ങൾ? വൈക്കോലും കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ട്. ഇതുണ്ടോ? ഇത് പക്ഷെ വീടാണ് കേട്ടോ. ഇതൊരു വീടാണ് ഇങ്ങനെ. എൻ്റെ അമ്മോ, ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. ഒരു 10-30 വീടുണ്ടാവും തോന്നുന്നു കണ്ടിട്ട്. ഇത്ര നേരം നമ്മൾ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഒരു സ്ത്രീ ഉള്ളിക്കാണ് പോയിട്ടോ. ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്താന്ന് കാരണം അറിയില്ല കേട്ടോ നമുക്ക്. കൂടെ വന്ന് സെലീം പറഞ്ഞ ചെങ്ങായി ഉണ്ടല്ലോ, അവൻ എന്ത് ചെയ്യുന്നില്ല എന്നറിയോ, ചോദിക്കുന്നില്ല. ഒന്നും ചോദിച്ച് വീഡിയോ എടുത്തോട്ടെ, നിങ്ങൾ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് പറ്റൂല അവർ ചീത്ത അറിയാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയുകയാണേ. ചോദിച്ചാൽ സമ്മതിക്കൊക്കെ ചെയ്യും. പക്ഷേ എന്തിനവൻ ഇങ്ങനെ ചെയ്യുന്നല്ലോ, ഒരുപാട് പൈസ കൊടുത്തിട്ട് അവനെ വിളിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ വീട് കണ്ടോ? ഇതൊരു വീടാട്ടോ. ഉള്ളി ഞാൻ കാണിച്ചു തരാം. ആരോ കിടക്കുന്നുണ്ടോ കരുതി ഞാൻ പെട്ടെന്ന്.
ഇതൊരു വീടാട്ടോ, നല്ല വരുത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ചൂടറിയണില്ല കേട്ടോ. ഇതൊരു വീട് കേട്ടോ, ഇതൊരു വീട്. ഇതിങ്ങനെ ഒരു കോമ്പൗണ്ടാണ് ഇത്. ആൾക്കാർ വരുന്നുണ്ട്, വേഗം കയറി, നമുക്ക് ഇവിടുന്ന് പോകണം. ഇത്ര റിസ്ക്കൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യൂ ഇവർ? ആ സ്ത്രീ കണ്ടോ അവിടുന്ന് വിളിച്ച് ചീത്ത പറയാണ്. നമ്മളെ സലീംക പറയുന്നതിലും ഒരു കാര്യമുണ്ട് കേട്ടോ. സംഗതി എന്നാലും ഇവിടെ ഉള്ളവരൊക്കെ മറ്റേ എന്താ വണ്ടി നിർത്തിയപ്പം വരുന്നുണ്ട് നിങ്ങൾ, അത് വരുന്ന നോക്കി. ഞാനത് എന്താന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടുകാർ നമ്മളെ തല്ലാൻ വേണ്ടിയിട്ടാണ് ആ വരുന്നത്. അതാണ് നമ്മൾ സലീം പറയുന്നത് ഇവരൊന്ന് വിശ്വസിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നമ്മളുടെ ഡ്രൈവറിനോട് ഞാൻ സോറി ഖേദിക്കുന്നു. കാരണം ആദ്യം കയറി പോയപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഇത്ര വലിയ റിസ്ക് ആണെന്നുള്ളത്. കയറിയില്ല, എന്താ മേലെന്ന് പറയാൻ പറഞ്ഞ. ഇതൊക്കെ പഠിക്കാത്ത ആൾക്കാരാണ്, തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാരാണ്. ഇവരോടൊക്കെ പോയി സംസാരിച്ച് നിങ്ങൾ വീട് കാണട്ടെ അത് കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമേ ആവുള്ളൂ. കാരണം ഇവർ ഫുള്ള് വൈൽഡായിട്ട് മൈൻഡുള്ള ആൾക്കാരാണ്. ഒരു സ്നേഹം അങ്ങനെയൊന്നുമില്ല. കാരണം എന്താണെന്ന് പറയുക, ഇവരുടെ വീട്ടിലൊരു കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു പയ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും ഒരു പയ്യനെ അങ്ങനെ കെട്ടിച്ചു കൊടുത്ത് വിടും കേട്ടോ. പുറത്തേക്കും പോലും കൊടുക്കൂല. അപ്പോൾ ഇവർ പഴയ കൾച്ചറിൻ്റെ രീതിയിലാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ കാണുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഉള്ളിലേക്ക് നമ്മൾ വിടാത്തല്ല, നമ്മളെ കാണുമ്പോൾ അവർ പേടിച്ചിട്ട് ചോർന്ന് പറയണത്. അത് നമ്മൾ കള്ളന്മാരെന്ന് അവർ നമ്മളെ പറയാണ്. പക്ഷെ നമ്മൾ എന്തിനാ വന്നതെന്നുള്ള അവർക്ക് ശരിക്കും മനസ്സിലാവണമെന്നില്ല. നമ്മൾ സലീം ഭായിനോട് പറയാൻ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവണില്ല. ലാസ്റ്റ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ആട്ടി വിട്ടു അവിടുന്ന്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ വേഗം വന്നു. ഇവിടെ മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ചുഴൽക്കാറ്റൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വില്ലേജ് ഇതാ ഈ കാണുന്ന ഈ വില്ലേജാണ്. ലാസ്റ്റ് ഇവിടം കൂടെ ഒന്ന് നമുക്ക് കയറി നോക്കാം. പക്ഷെ ഇവിടെ കയറുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടായി. ഇവിടെയാണ് യഥാർത്ഥ ഫൈറ്റ് ഉണ്ടായത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കത്. പക്ഷെ ഇത് കാണാൻ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാം. ജീവിതത്തിൽ ഇതൊക്കെ ഒരട്ടം കാണുക എന്ന് പറയുന്നത് അതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. കല്ലും കൊണ്ട് എറിയാട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരണ്ടെന്ന് പറയണവർ. കല്ലും കൊണ്ടൊക്കെ എടുത്ത് എറിയണ നോക്കി അവിടുന്ന് വിറകും കള്ളിയൊക്കെ എടുത്തിട്ട് കുറച്ച് വിറക് എടുത്തിരിക്കുന്നു അവൻ കയ്യിൽ. വടിയും കൊണ്ട് അല്ലാ ആൾക്കാർ കൂടിയിട്ടോ. നമ്മളിനി ഇവിടെ നിന്ന് നമുക്ക് അടിയാണ്. പടച്ചോനെ 8ന്റെ പണിയാ കിട്ടണത്. ആ ചെക്കന്മാരൊക്കെ കല്ലെടുത്ത് എറിയട്ടെ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് കല്ലെടുത്ത് എറിയ നോക്കി അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. പിള്ളേരെ കയ്യിൽ ചെറിയ കല്ലും വടിയായിരുന്നു, ബാക്കിൽ ആളുകാരുടെ കയ്യിൽ നല്ല കമ്പിൻ്റെ റാഡൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ കയറി ചെന്നാൽ മതിയായിരുന്നു, എന്നൊരു തീരുമാനമായേനെ. ഇതാണ് ഇവിടെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവർ വേണ്ടാന്ന് പറയുന്നത്. പെരും കാറ്റാണേ, നിൽക്കാൻ പറ്റില്ല. ഈ മണലിങ്ങനെ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് കടിക്കണ പോലെയാണ് സംസാരിക്കുമ്പോൾ ഒക്കെ. ഫുള്ള് കിരികിരി പറഞ്ഞ സൗണ്ട് വരികയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്താ വെച്ചാൽ പെരും കാറ്റാണ്, പെരും കാറ്റാണ്. ഇതിപ്പോൾ കാറ്റുള്ള ടൈമാണെന്ന് അറിയില്ല, പക്ഷെ ഓപ്പൺ വേ അല്ലേ. അതുകൊണ്ട് നമ്മളിതാ ഈ ബാക്കിൽ കാണുന്ന ഈ വില്ലേജ് ഉണ്ടല്ലോ, അതൊന്ന് പോയി നോക്കാൻ പറ്റുമോ നോക്കാം. ഈ മണൽക്കാറ്റ് കൊണ്ട് ഇവിടെ ഒരുപാട് മണലുണ്ടല്ലോ, വലിയ തിക്കൊന്നും ഉണ്ടാവില്ല. ഒന്നിനു മേലെ ഇതുകൊണ്ട് തന്നെ ടയർ ഇങ്ങനെ കറങ്ങാണ്. അവിടെ പൂന്തി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ ഡ്രൈവർ വിട്ടില്ല കേട്ടോ. ഒന്ന് താഴെ റിവേഴ്സ് ഇറക്കിയിട്ട് ഇതിലൂടെ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശിയിലായിരുന്നു. നേരേക്ക് പോണ ടയർ കറങ്ങണില്ലേ, നേരേക്ക് അങ്ങനെ പോവുക. ഓ വാശിയിലാണ്. ഓ അതിൻ്റെ മുകളിൽ കൂടെ കാറ്റ് പോണോക്കി. ഓന് ഇതിൽ കൂടെ തന്നെ കയറ്റുന്നുള്ള വാശിയാണ് വന്നിന്. ഓന് ഈ കുന്നിൽ കൂടെ തന്നെ കയറ്റുന്നുള്ള വാശിയാണ് ഓന്. കയറി പോണതാ സൈക്കോപാത്ത്. ഓൻ സൈക്കോ ആണ്. കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഡീപ്പ് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് നോക്കി, ചുറ്റും മരുഭൂമിയാണ്. ചുറ്റും മരുഭൂമി പറഞ്ഞതാ, ചുറ്റും മരുഭൂമിയാണ്. പക്ഷേ ഈ മരുഭൂമിൻ്റെ നടുക്കൊരു വില്ലേജ് ഉണ്ട്. ഇതുണ്ടോ, അതാണ് ഹൈലൈറ്റ്. ഇതൊന്ന് കാണാൻ പറ്റുമോ നോക്കാം നമുക്ക് എടുത്തു പോയിട്ട്. എൻ്റെ അമ്മോ, ഇപ്പം പ്രാന്തനാട്ടോ, വേറെ ലെവല്. ആടുകളൊക്കെ ഓടണം പിന്നെ വരവ് കണ്ടിട്ട്.
സോറി കേട്ടോ ഫ്രണ്ട്സ്, ഒരു സ്ഥലത്തും ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം കൊണ്ട് എനിക്ക് ഇറങ്ങി പോയിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം എങ്ങനത്തെ രീതിയിലാണെന്നുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഓവറോൾ ഈ സ്ഥലത്തിലൂടെ ഒക്കെ കറങ്ങിയപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇവർ ജീവിതം എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇവിടുത്തെ കാറ്റ് കാരണം എനിക്ക് വല്ലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോയുടെ എൻഡിലെത്തിക്കുമ്പോഴേക്കും എനിക്ക് ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇനി ഞാൻ ഒരു ഏരിയ മൊത്തം കുവാക്കുകളുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാറ്റടിക്കുന്ന കാര്യം ഞാൻ ലൈവിൽ സംസാരിച്ചാൽ കേൾക്കണ്ടാവില്ല. ഈ കൂവാക്ക് പറയുന്ന ഈ സാധനം ഈ മരുഭൂമിയിൽ എവിടെ വെള്ളം കിട്ടിയാലും അത് ഈ കൂവാക്കിൽ കൊടുന്ന് ശേഖരിച്ച് വയ്ക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിൻ്റെ ഉള്ളും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചെറിയൊരു ആഴ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ റോഡിൻ്റെ അപ്പുറത്ത് ഒരുപാട് വില്ലേജൊക്കെ കാണിച്ചു തന്നില്ലേ, അവിടെ സ്ത്രീകൾ ഇങ്ങനെ ഒരുപാട് കുടങ്ങൾ അടുക്കി ഇങ്ങനെ നടന്നു വരുന്നുണ്ടല്ലേ തലേൻ്റെ മുകളിൽ. അങ്ങനെ അടുക്കിയിട്ട് ഇത്രയും ദൂരം നടന്നു വന്നിട്ട് പിന്നെയാണ് ഈ കൂവാന്ന് വെള്ളം എടുത്ത് അവർ വീട്ടിലേക്ക് തിരിച്ച് നടന്നു പോവുക കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം അതാ കൂവാക്ക് പേടിച്ചു പോയി. ഇതുണ്ടോ, ഇതിനുള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല തോന്നുന്നു. ഓക്കെ, കൂവാക്ക്. ഇവിടെ ഇത്ര കൂവാക്കുകൾ ഉണ്ടാവാനുള്ള കാരണം ഇവിടെ പണ്ട് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു അത്രേ. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഇവിടുന്ന് ഒഴിവായി പോയെന്ന്. ഒരുവിധം ആളുകളൊക്കെ ഇവിടുന്ന് ഒഴിവായി പോയിട്ട് ഞാൻ നേരത്തെ കാണിച്ചെന്ന വില്ലേജില്ല അവിടെ പോയി സെറ്റിലായി എന്നോട്ടോ പറയുന്നത്. വലിയ ബിൽഡിങ്ങിലൊന്നും അല്ല കേട്ടോ അവർ സ്റ്റേ മാറിപ്പോയത്. ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ കൂര വീടില്ല അവിടേക്ക്. പാകിസ്ഥാൻ ബോർഡർ വരെ പോയിട്ട് ഒന്നും കൂടെ കാണിക്കണം എന്നായിരുന്നു പിന്നെ അങ്ങോട്ട് യാത്ര. പിന്നെ കാറ്റിൻ്റെ വേഗത വളരെയധികം കൂടിയത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ബാക്കിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടോ. ശരിക്കും അവിടെ കൂടെ പോകണമെന്നായിരുന്നു. ഇവിടുത്തെ ആളുകൾ എന്നെ കല്ലെടുത്തിട്ടാണ് എറിയുന്നത്. ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വെടി വെച്ച് കൊല്ലുമായിരിക്കും. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് എൻ്റെ ശവമാണ് വരിക. സംഗതി അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ജീവിതം. അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ഇത്ര വലിയ റിസ്ക് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. ആ വസ്തുക്കി जी बोल तुम्हारा नाम? मेरा नाम अदू खान. अदू खान. ഇവര് വാണ്ടഡായി എന്നെ വീഡിയോ എടുക്കുമെന്ന് എന്നോട് ചോദിക്കണം. അപ്പം അങ്ങനെ വീഡിയോ എടുക്കുക. हाय बोल. हाय हाय. भाई को सपोर्ट करो. സപ്പോർട്ട് करो, ज़्यादा फॉलो करो, लाइक करो, शेयर करो. എല്ലാം ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇവന് പറയുന്ന പോലെ എല്ലാം ചെയ്യണം കേട്ടോ. താങ്ക് യു.